നമ്മൾ ശക്തമായൊരു ദൈവമേഖലയിലാണ്. നമുക്ക് നല്ല ദൈവിക ചിന്തകളാണ് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസിനെ കൊണ്ട് ഈശോ പറയിപ്പിക്കുകയാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ക്രിസ്തുവാണ് എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞ് ഈശോ തൻ്റെ സഹനത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും, പത്രോസ് പറയും. അപ്പോൾ ഈശോ പത്രോസിന് സാത്താന് ദൂരെ പോകൂ എന്ന് പറയും. അതായത് ഒരേ സമയം തന്നെ ദൈവിക ചിന്തയും മാനുഷിക ചിന്തയും വരുന്നു. നമ്മളെ അലട്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവിക ചിന്തകളുണ്ടാകും, മാനുഷികമായ ദൈവത്തിന് നിരക്കാത്ത ചിന്തകളുണ്ടാകും. നമ്മൾ ഏതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്? നമുക്ക് ഏതാണ് നമ്മളെ കീഴടക്കുന്നത്? ദൈവിക ചിന്തയാണോ മാനുഷിക ചിന്തയാണോ? ഒരു കുഞ്ഞശ്രദ്ധ പോലും വരാതെ, പല വിചാരമില്ലാതെ ഏറ്റവും ഭംഗിയായി ഈ ബലിയർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അതിലൂടെ, ഈ ബലിയർപ്പണത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പല പല തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദൈവിക ശക്തി വന്ന് നിറയട്ടെ. തിന്മ വിട്ടുപോകട്ടെ. അങ്ങനൊരു സ്വർഗീയ അനുഭവത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.